എന്നെ കേൾക്കൂ, ഇടവം രാശിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും. ഈ നിമിഷത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അത് ഒരു ദൈവിക സങ്കേതമാണ്. കാരണം നിങ്ങളുടെ ജീവനിൽ പണവുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം ഇപ്പോൾ പുറത്തുവരാൻ പോകുന്നു. അത് നിങ്ങളെ രോമാഞ്ചിതരാക്കും, നിങ്ങളെ സന്തസ്ത പ്രദാനം ചെയ്യും, അല്ലെങ്കിൽ സാധാരണയായി കാണാത്ത ഒരു വഴിയിലേക്ക് നിങ്ങളെ നയിച്ചുകൊണ്ടുപോകും. കാരണം ഇടവം രാശിയിലെ നിങ്ങൾ ഈ മാസത്തിൽ ഒരു അത്യന്തിക സാമ്പത്തിക രൂപാന്തരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. നിങ്ങൾ അത് അറിയുന്നുണ്ടോ? നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ സമ്പത്തിന്റെ പ്രവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടെന്നാൽ ഗ്രഹങ്ങൾ വിപരീത നിലയിലേക്ക് നീങ്ങുകയാണ്. കോണും മേഷവും നിങ്ങളുടെ സാമ്പത്തിക വിധിയെ പ്രതിനിധാനം ചെയ്യുന്ന നക്ഷത്രങ്ങളിലെ പരിവർത്തനം സംഭവിക്കുകയാണ്. എന്നാൽ ഇത് ഒരു ഭയാനകമായ വാർത്ത അല്ല, സ്നേഹരസിലെ കുട്ടികളെ. നിങ്ങൾ കേൾക്കേണ്ടത് ഇതാണ്: ഇടവം രാശിയിലെ നിങ്ങളുടെ ഭാഗ്യം വീണ്ടും ജാഗ്രതയാകും. അത് വേദനാജനകമായ വിവരങ്ങൾ ഗൗപ്യമായി വഹിച്ചോ അതോ നീണ്ട കാലം നിങ്ങളുടെ മനസ്സിന്റെ കോണിൽ ഒളിച്ചിരുന്നോ, അതൊരു സത്യമായിരിക്കും. പണത്തെക്കുറിച്ച്, നിങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച്, നിങ്ങളുടെ ക്ഷമയെക്കുറിച്ച്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് എന്നുമാത്രമല്ല, ഈ രഹസ്യം നിങ്ങളുടെ കർമ്മത്തിന്റെ ഗീരമായ സ്തരത്തിൽ നിന്ന് ഉയർന്നുവരികയാണ്. നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങൾ, നിങ്ങളുടെ ആത്മിക സംഗ്രഹം, നിങ്ങളുടെ ദൈവിക ഉദ്ദേശ്യം. ഗുരുവും ശനിയും രാഹുവും കേതുവും നിങ്ങളുടെ ഭാവങ്ങളിൽ നൃത്യം ചെയ്യുകയാണ് ഇപ്പോൾ. ഈ ദ്രവ്യനക്ഷത്ര സമ്പർക്കം ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക വിധി ന്യായപ്പെടുത്തുവാൻ സന്നദ്ധമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: നിങ്ങൾ ഒരു തരത്തിലും ഒരു കൂട്ടായ്മയിലും നിലകൊണ്ടിരിക്കരുത്. കാരണം ഇടവം രാശി സ്വർഗത്തിന്റെ സുരക്ഷ കലനും പൃഥ്വിയുടെ സ്ഥിരതയും ഒരു കലയിൽ വയ്ക്കുകയാണ്. നിങ്ങൾ പ്രതിരോധ കവചം ധരിക്കുന്നവരാണ്. നിങ്ങൾ സ്ഥിരത്വത്തിന്റെ പതരാവരണം വഹിക്കുന്നവരാണ്. കൂടാതെ ഈ മാസത്തിൽ നിങ്ങളുടെ ജ്ഞാനം, നിങ്ങളുടെ അന്വേഷണ ശക്തി, നിങ്ങളുടെ സാമ്പത്തിക ധാരണാശേഷി വിസ്ഫോടിത രൂപത്തിൽ വാക്കെഴുതപ്പെടുവാൻ ആരംഭിക്കുവാൻ പോകുന്നു. നിങ്ങൾ അനേകം വർഷങ്ങളിലൂടെ കാത്തിരുന്ന കാര്യം, നിങ്ങൾ ഏകാന്തതയിൽ സ്വപ്ന കണ്ടിരുന്ന കാര്യം, നിങ്ങൾ പണത്തെക്കുറിച്ച് ആന്തരി സംഘർഷത്തിൽ അനുഭവിച്ചിരുന്ന കാര്യം, അത് സിദ്ധിയുടെ നേരോന്മുഖത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സിദ്ധി വഴുതിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലെ പായയിൽ നിരന്നിരിക്കും എന്ന് പ്രതിനിധാനം നടത്തുന്ന ഗ്രഹങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. അതായത് പ്രാപ്തിയുടെ ഈ നിമിഷത്തിൽ നിങ്ങൾ ശ്രദ്ധാവഹമാണായിരിക്കണം, നിങ്ങൾ സമർപ്പിതരാണായിരിക്കണം, നിങ്ങൾ പരിഭാവനരാണായിരിക്കണം. ഇപ്പോൾ കുലാവലി, നിങ്ങളുടെ ഭരണാധികാരത്തിന്റെ അവതരണ സമയം ആയെത്തിയിരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്നിച്ചിരിക്കും നദിന് നിങ്ങളെ നന്ദിപരമായി ആലിംഗനം ചെയ്യുന്നു. ഈ കുറ്റകൃത്യമായ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ പേര് കമന്റ് ചെയ്യുക. ഏത് ദേവത നിങ്ങളുടെ സ്ഥിരത്വത്തിന്റെ ചരിത്ര, നിങ്ങളുടെ സാമ്പത്തിക നിയമയുടെ സുരക്ഷാസ്തംഭം, നിങ്ങളുടെ സമ്പത്തിന്റെ ഗോത്ര രക്ഷാകർത്താവ്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ദേവതയുടെ പേര് പോസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ഭക്തിയുടെ ധ്വജം ഉയർത്തുക, നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്വരം ഉരുവിടുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നെങ്കിൽ ഈ വിവരണത്തിന് ഹൃദയചിഹ്നം നൽകുക. ഇത് പങ്കുവയ്ക്കുക നിങ്ങളുടെ സ്നേഹപ്രമാണിമാരുമായി, നിങ്ങളുടെ ഇടവരാശി സഹോദരങ്ങളുമായി. കാരണം ഈ അഗ്നിപരമായ സത്യം എല്ലാവരെയും കെട്ടേണ്ടതായിരിക്കും. എല്ലാവരുടെയും വിധി ഈ ദ്രവ്യദോഷത്തിൽ നിന്നുണ്ടായിരിക്കും, എല്ലാവരെയും സൃഷ്ടിച്ച്. എന്നുമാത്രമല്ല, എനിക്കറിയാം, അനേകം വിഷയങ്ങളിൽ നിങ്ങൾ സഹായത്തിനായി ഞങ്ങളെ അന്വേഷണം നടത്തിയിരിക്കും. നിങ്ങളുടെ വ്യക്തിഗത ജന്മനാൾ ഭാഗ്യം, നിങ്ങളുടെ വിവാഹപൂർവാപരമായ വിരണ്ടൽ, നിങ്ങളുടെ അനാലോചിത തൊലിയോട് ജീവന സംബന്ധമായ പ്രതിചാരണ സർവോത്തമ അഭിനിവേശം, നിങ്ങളുടെ ജന്മചാർട്ട് സംബന്ധമായ സമ്പൂർണ്ണ വിശകലനം, നിങ്ങളുടെ ജീവന സംഗീതത്തിന്റെ സമ്പൂർണ്ണ നിർണയനം, നിങ്ങളുടെ വിവാഹ സാക്ഷ്യം പരിശോധനയ്ക്കായുള്ള സാധ്യതകൾ, ഇതെല്ലാം എന്റെ പ്രിയ ഇടവം രാശിക്കാരെ, ഇപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ രഹസ്യ പണസമ്പത്തിന്റെ കുഴപ്പങ്ങൾ പരിഹരിക്കാനും ദൈവിക കാരുണ്യം ആകർഷിക്കാനുമുള്ള പരിഹാരങ്ങൾ വിശദമായി ഞാൻ വിവരിച്ചുകൊണ്ടിരിക്കാം. ഈ സമയത്ത് ശരിയായ ആത്മീയ പരിഹാരങ്ങൾ ചെയ്യുന്നത് വിവരണേതര പ്രധാനം. കാരണം നിങ്ങളുടെ മേൽ നിൽക്കുന്ന ഏതെങ്കിലും കർമ്മവിഫലങ്ങൾ അപ്പൊഴിച്ച് ക്ഷയിപ്പിക്കാൻ കഴിയും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇപ്പോഴുതന്നെയാണ് നിങ്ങൾ ഈ പരിവർത്തനങ്ങളുടെ ഉത്തരവ് കൈക്കൊണ്ട. ആദ്യമായി നിങ്ങളുടെ വീട്ടിലെ പ്രധാന ദേവതയോ ഉപാസനയിലെ ദേവതയോ ആരാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഹനുമാൻ, കൃഷ്ണൻ, ദുർഗ, ലക്ഷ്മി, സരസ്വതി, കാളിമാത് ആരെങ്കിലുമാണെങ്കിൽ ഈ വരുന്ന സോമവാരത്തിൽ അവരുടെ സന്നിധിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ പണത്തോടുള്ള സ്വഭാവത്തെക്കുറിച്ച് ആത്മചിന്തനം നടത്തുക എന്നതാണ് നിങ്ങളുടെ ഉത്തമ പരിഹാരം. എന്നെ വിശ്വാസിക്കുക, ഈ കർമ്മ പരിഹാരം വായുസർവത്ര ഫലപ്രദമാണ്. രണ്ടാമായി, ഈ മാസത്തിലൊരിക്കൽ പണ്ടായ്ക്കൂലിയായ മനുഷ്യന്റെ കൈ ഉയർത്തി സഹായിക്കുന്നത് അതുകൂടി നിങ്ങളുടെ ധനാധിപതി ചക്രത്തെ സ്ഫുരിതമാക്കുന്നു. ഈ പ്രവർത്തനം ലക്ഷ്മീയ കൃപ അപ്പന്നതായും തോന്നാൻ സാധ്യതയുണ്ട്. പണം കൊടുക്കുന്നതിലെ നിരാകാരിത, അത് കർമ്മത്തിന്റെ ഉയർന്ന രൂപമാണ്. ഈ മഹത്വം പിടിച്ചുനിൽക്കുന്നതിലൂടെ ഞാൻ ഉത്സാഹത്തോടെ പറയുന്നു, നിങ്ങളുടെ സമ്പത്തിന്റെ ദരിദ്രത വിലയിരുത്തി നിവർത്തിക്കപ്പെടും. മൂന്നാമായി, സോമവാരത്തിൽ മഠത്തോ ദേവാലയത്തോ ചെന്ന് അക്കിയും പഞ്ചമണ്ണും പരിസരത്ത് വിതരിക്കുക.
ഇത് വിളയാടുവിന്റെ കാര്യകാരിതരെ മനസ്സിലാക്കിത്തരുന്നു. ഈ ചെറിയ പ്രവൃത്തിയെ വലിയ കാരണമാകുവാൻ കഴിവില്ല എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധത പരിശുദ്ധമാക്കുന്നു. ഹൃദയശുദ്ധി, അതാണ് പണത്തിന്റെ ഐശ്വര്യാപ്രവാഹത്തിന്റെ ഏകമാത്ര വാതിൽ. നാലാമായി, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ അത്യന്തമായ പണചിന്തകൾ, സ്വാർത്ഥതകൾ, ദുഃഖിതമനസ്സില്ലാത്തതുമായി ബന്ധപ്പെട്ട സങ്കടങ്ങൾ. ഇവയെല്ലാം ആഗ്നേയകോണിലെ നിങ്ങളുടെ പ്രതിബിംബം കുറയ്ക്കുന്നു. ഈ നെഗറ്റീവ് ഊർജ്ജയെ തരണം ചെയ്യാൻ നിങ്ങൾ പ്രതിദിനം ചെറുതായെങ്കിലും എന്തെങ്കിലും ആത്മീയ മാർജനത്തിലും പ്രാർത്ഥനയിലും നിയോജ്യമായിരിക്കുക. അഞ്ചാമായി, നിങ്ങൾ വെള്ളയോ പരിച്ഛേദിത വൈദിക ഗ്രന്ഥത്തെ സ്ഫുരിതമാക്കി മാന്ത്രിക തിരുവോളാറ്റ്, കന്നപ്പന്നിര മൂലമാന്ത്രം അല്ലെങ്കിൽ നാരായണ സുക്തം കേൾക്കുക. ഈ വേദ ആരതിയുടെ തരംഗങ്ങൾ നിങ്ങളുടെ കാര്യകൃതിത്വതയെ സ്ഥിരീകരിച്ച് നിങ്ങളെ സമ്പത്തിലെ സാക്ഷരതയിലേക്ക് നയിച്ചു നിയോജ്യമാക്കും. ഇപ്പോൾ കരിയർ, ബിസിനസ്, പണപ്രവാഹം എന്നിവയെയും കുറിച്ചുള്ള വിസ്തൃത പ്രവചനത്തിലേക്ക് നോക്കാം. ഇടവം രാശിക്കാരെ, ഈ വരുന്ന 2 ആഴ്ച പ്രത്യേകമായും നിങ്ങളുടെ കരിയർ ലക്ഷ്യങ്ങൾ നേരിട്ട് തെളിയുന്നത് കാണും. കാരണം നിങ്ങളുടെ ജന്മരാശിയിലെ ദശാധിപതിയായ ബുധൻ ഗ്രഹം ഈ സമയത്ത് നിങ്ങളുടെ അഷ്ടമസ്ഥാനത്തിലെ അനിഷ്ട ആഘാതങ്ങളെ ക്ഷയിപ്പിച്ച് ഉത്തരാഷാല നക്ഷത്രത്തിൽ നിൽക്കുന്നത് സത്യക്കുന്നു. നിങ്ങളുടെ ജോലിയിലെ ബോസ്, മാനേജർ അഥവാ ദ്വിതീയ സ്ഥാനത്തെ നിയന്ത്രകർ ഈ മാസത്തിൽ നിങ്ങളുടെ കുറവുകൾ സ്വീകരിക്കാൻ പ്രതുതരായിരിക്കും. പ്രസ്താവിത കാരണങ്ങൾ കൂടാതെയെങ്കിലും നിങ്ങൾ ആ സാമാന്യങ്ങളെ വിശ്വാസത്തോടെ കൈവഴിയാക്കി സത്യതയോടെ വാദിച്ചാൽ ചെറുതായെങ്കിലും പരിവർത്തനം സംഭവിക്കും. ഈ പരിവർത്തനത്തിന്റെ തുടക്കം നിങ്ങളുടെ ജോലിയിലെ സ്ഥാപനത്തിൽ വെനുഷിലെ ത്രിബലാഗ്നി പ്രഭാവത്തിൽ സാകാരാഗരാധിസ്ഥിതിയിൽ ഉണ്ടായിരിക്കാം. ബിസിനസ് നടത്തുന്നവരെക്കുറിച്ച് വിശേഷമായി പറയുകയാണെങ്കിൽ ഈ വരുന്ന ആഴ്ചയിലെ ബുധനാഴ്ചയിൽ വാണിജ്യരംഭയ്ക്കുവിനെ സമ്മതിത്തിരിക്കേണ്ട കാര്യമായിരിക്കും. പുതിയ ഉദ്ഭാവനകളും കൂടിയെടുപ്പ് ചെയ്യാമായ പദ്ധതികളും നിങ്ങളുടെ സാമ്പത്തിക വിജയത്തിനായി സാധുതായെത്തും. ഈ കാലത്തിൽ ഒരു നിർണയാത്മക ടെലിഫോൺ കോൾ, ഒരു അപ്രതീക്ഷിത ബിസിനസ് ഉത്പന്നമായ സ്ഥിരീകരണം അഥവാ കടപ്പെട്ടതായ പണത്തിന്റെ തിരികെ വരവ്, ഈ മധ്യത്തിലാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാഗ്യ ഏറ്റെടുക്കിപ്പോരും. അതുകൂടാതെ നിങ്ങൾ പണം കൈവഴിയായ മാനവികമായ കരാറുകളിലെ നോട്ടീസ്, ബാങ്കിംഗ് രേഖകൾ അല്ലെങ്കിൽ സ്ഥാപനാത്മകമായ ലെനനൻ ശൃംഖലകൾ ഇവയെല്ലാം ഖതിതാണെ പരിപാലിച്ചിരിക്കും. എന്തെങ്കിലും കൊഴിപ്പെട്ട പേപ്പറോ പൂർത്തിയാകാതെയിരിക്കും. ആൽബുഗ്ലിയ എന്നെ കേട്ടു തുടരൂ. നിങ്ങളുടെ ഈ കാലഘട്ടം വെറും സാധാരണ സമയമല്ല. ഇടവം രാശിയിലെ നിങ്ങൾ ഈ നിമിഷത്ത് തങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ പരിധിയിലാണ്. അതേ, പണത്തിനൊപ്പം വന്ന ഈ ഹസ്യം കേവലം സാമ്പത്തികം മാത്രമായിരുന്നില്ല. അത് വെറും ഒരു സംഖ്യ മാത്രമായിരുന്നില്ല. അത് നിങ്ങളുടെ ഹൃദയം ഏതെല്ലാം അപേക്ഷ ചെയ്യുന്നുണ്ടെന്നതിനെ സംബന്ധിച്ചായിരുന്നു. നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് നിങ്ങളുടെ പ്രേമ ജീവിതത്തിന്റെ ഒരു തിരുവാതിരയാണ്. ഗുരുദേവൻ, ഈ മഹാഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിലെ കാതലിന് നിങ്ങളെ എങ്ങോട്ട് വലിച്ചെടുക്കുന്നുണ്ടെന്ന് നോക്കുകയാണ്. ജൂൺ മാസത്തിന്റെ ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിലെ നിങ്ങളുടെ പ്രേമസംബന്ധങ്ങൾ ഒരു നിർണായകമായ സന്ദർശനം മുതൽ കടന്നുപോകുന്നതാണ്. അത് വേണ്ടെങ്കിൽ ഒരു ശക്തിയാകാം, അത് വേണ്ടെങ്കിൽ ഒരു പരീക്ഷയാകാം. ഇടവം രാശിയിലെ നിങ്ങൾ സ്വഭാവത്തിൽ തന്നെ ഗ്രഹണശീലരാണ്. സ്ഥിരത നിങ്ങളുടെ പ്രണയത്തിന്റെ അടിസ്ഥാനമാണ്. കിന്തു ഈ കാലം നിങ്ങൾ കാണുന്നതാണ് നിങ്ങളുടെ പ്രേമിതന്റെ ഹൃദയത്തിൽ ഏതോ നിഴലാൻ അനിഷ്ടം വന്നിരിക്കുന്നു എന്ന്. സായന്ത്യത്തിന്റെ സന്ധ്യാസമയത്ത് നിങ്ങൾ നോക്കുന്നതാണ് നിങ്ങളുടെ പ്രേമബന്ധത്തിലെ ദൂരത്ത് ഒരു പരിമാണം വർദ്ധിച്ചിരിക്കുന്നുവെന്ന്. ഇത് സാധാരണ പ്രതിയോഗിതയല്ല. ഇത് നിങ്ങളുടെ സ്വത്വവുമായി നിരബാധയായ ഒരു പ്രചോദനയാണ്. ശനിദേവൻ നിങ്ങളുടെ നോക്കുന്ന ഞാണ് നിങ്ങളുടെ ഈ പ്രേമസംബന്ധത്തിൽ നിങ്ങൾ കൂടുതൽ സ്വതന്ത്ര, കൂടുതൽ സ്വയം നിർഭരയാകണമെന്ന് പ്രവചിക്കുന്നുണ്ട്. അതെ, നിങ്ങളുടെ പ്രേമിതൻ നിങ്ങളെ ഉപേക്ഷിച്ചുവോ എന്ന് ഞാൻ പറയുന്നില്ല. കിന്തു ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ സ്വത്വം കണ്ടെത്തുകയെന്നതാണ്. നിങ്ങൾ ഈ പ്രേമബന്ധത്തിൽ നിങ്ങളുടെ സ്വയത്ത് വിസ്മരിച്ചുവോ എന്ന് നിങ്ങൾ തന്നെ ചോദിച്ചിരിക്കുന്നുണ്ട്. ജൂൺ മാസത്തിന്റെ 7-ാം ദിവസത്തിനും 14-ാം ദിവസത്തിനും ഇടയിലായി ഒരു വ്യത്ന ദിവസം വരുന്നുണ്ട്. ഈ ദിവസം നിങ്ങളുടെ പ്രേമിതൻ നിങ്ങളുടെ സാന്നിധ്യത്ത് ഏതോ സത്യം പറയാൻ സാഹസം കാണും. അത് ചെറിയ സത്യമോ ദുർഭരമായ സത്യമോ ആകാം. കിന്തു അത് സത്യമായിരിക്കും. ഈ നിമിഷത്ത് നിങ്ങൾ എത്രയും കോപത്തോട്, സങ്കടത്തോട് ഏകോപനം സ്ഥാപിക്കരുത്. ധൈര്യത്തോടെ കേൾക്കുക. അതിനൊടുവിൽ നിങ്ങളുടെ പ്രേമബന്ധം കൂടുതൽ കാലമായിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയത്ത് അത് ഭരണനിരതയെ തിരുത്തിയെടുക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ മാതാപിതാക്കളുമായി, നിങ്ങളുടെ സഹോദരങ്ങളുമായി നിങ്ങൾ ഏതോ സങ്കടം കണ്ടെത്തിയിരിക്കാം. ഈ നിമിഷത്ത് നിങ്ങൾ ആദ്യം കേട്ടു തുടരുക, പിന്നീട് സംസാരിക്കുക. ഭരണനിരതയെ പരിഷ്കരിക്കാൻ തന്റെ നടപടിയെ പരിവർത്തനം ചെയ്യുക. സ്നേഹവർത്തമാനത്തിൽ നിങ്ങളുടെ കുടുംബത്തെ കൂടുതൽ ഓരോരുത്തരെ കരിയേണ്ടതാണ്. വിവാഹ സംബന്ധത്തിന്റെ കാര്യം പറഞ്ഞെടുക്കുമ്പോൾ ഈ കാലത്ത് വിവാഹ ചർച്ച നടത്തുന്ന നിങ്ങൾ സാവധാനം നീങ്ങുക. അതിവേഗ തീരുമാനം ഈ സമയത്ത് വരും എന്നിരിക്കെയും നിങ്ങൾ എത്തേത് സമയം കാത്തെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രേമിതൻ നിങ്ങളുടെ പ്രതിച്ഛേദയെ മാനിച്ചിരുത്തരോ? അത് വ്യക്തമാകേണ്ടതാണ്. നിങ്ങളുടെ സാധ്യതകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ കരുതൽ പദ്ധതികൾ എല്ലാം വിവാഹത്തിനു മുൻപ് വ്യക്തമായി
പരിശോധിക്കേണ്ടതാണ്. ഈ നിമിഷത്ത് വിവാഹത്തിൽ ഒരു തടസ്സം കാണുന്നതിനിടയിൽ അത് കാറ്റനാണെങ്കിൽ അത് ഉരുളിക്കുകയാണ്. ഇടവം രാശിയിലെ നിങ്ങൾ ശാരീരികമായും മാനസികമായും എത്ര ആരോഗ്യകരമാണെന്ന് ഈ കാലം നിങ്ങളെ അറിയിക്കാൻ പോകുന്നുണ്ട്. ജൂൺ മാസത്തിന്റെ 7-ാം ദിവസം മുതൽ 14-ാം ദിവസം വരെ നിങ്ങൾ ഒരു ശാരീരിക ദുർബലത കാണും. അത് വെറും ക്ഷീണം ആകാം, അത് ത്വചയിലെ ഏതെങ്കിലും സൂക്ഷ്മമാകാം, അത് ആന്തരിക പരിണതിയാകാം. കിന്തു ഉച്ചാരണം നിങ്ങൾ ഡോക്ടറിനെ കാണരുത്. നിങ്ങൾ പ്രതിരോധക്ഷമത വർദ്ധിപ്പിക്കാൻ കൂടുതൽ കാര്യ ചെയ്യാൻ തുടങ്ങുക. കൂടുതൽ ജലം കുടിക്കുക, കൂടുതൽ പത്രോലിനീയ ഭക്ഷണം കുടിക്കുക. മാനസിക ക്ഷീണത്തിന്റെ സൂചനകൾ കാണിപ്പിക്കാൻ തുടങ്ങുക. ഓരോ രാത്രിയും 7 മണിക്കൂർ ഉറക്കം എടുക്കുക. നിങ്ങൾ ഈ കാലത്ത് നിങ്ങളുടെ ഗുണം കാക്കാൻ പാണ്ഡിറ്റ് കാണേണ്ടതാണ്. ഉത്തരത്തിന്റെ കാര്യം പറഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുവോ? ജൂൺ മാസത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ ഒരു പ്രവാസ യാത്ര നിരസിക്കാൻ പാണ്ഡിറ്റ് കാണും. അത് ജോലി